ജീവിക്കുന്നു. തീരാ ദുഃഖം സാറ്, ഞങ്ങളെ ഓമന നേതാവ് മരിച്ചിട്ടല്ല, മരിക്കുന്നില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു. കണ്ടേ കരള VS. ആര് പറഞ്ഞു മരിച്ചത്? മരിച്ചിട്ടില്ല, മരിക്കുന്നില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു. കടലെങ്ങനെയാണ് തിരമാല ഉണ്ടാവുന്നതെന്ന വണ്ണം ഈ കടക്കൂട്ടത്തിന്റെ പാതയോരങ്ങളുടെ ഇരുവശങ്ങളിലും ഇരമ്പിയാർക്കുന്ന ഒരു കടലിനെ നിങ്ങൾക്ക് കാണാം. ഒരു കടൽ ഉള്ളിലൊളിപ്പിച്ചിരുന്നു VS എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ജനസ്നേഹത്തിന്റെ കടലായിരുന്നു. അവരൊഴുകിയെത്തുകയാണ്. ഇത്രമേൽ സ്നേഹം ഈ മനുഷ്യന് ഒരു കടൽ പോലെ ഉള്ളിൽ കാത്തുവയ്ക്കാൻ കഴിഞ്ഞത് എന്ത് മാജിക്കാണ് എന്നതാണ് റിയാസുൽ നമ്മളെ വിസ്മയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് VS ഇങ്ങനെ ഒരു മാജിക്ക് തീർക്കുന്നത്? ജനങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇടം തീർക്കുന്നത്? 9 വർഷത്തിനു ശേഷം അധികാരത്തിൽ നിന്ന് പുറത്താകുമ്പോഴും അധികാരത്തിന്റെ ഒരു പ്രിവിലേജും ഇല്ലാതിരിക്കുമ്പോഴും VSനെ ഓർമ്മിക്കുന്ന ഒരു സമൂഹം, അത് അപൂർവമാണ് ചരിത്രത്തിൽ ഉണ്ടാവുക. അധികാരത്തിലിരിക്കുന്ന നേതാവിന് അന്ത്യയാത്ര മുഴുവൻ ആളുകൾ എത്തുന്നത് പതിവാണ്. പക്ഷേ 6 വർഷമായി VS അധികാരത്തിന്റെ ഒരു ശ്രേണിയിലുമില്ല. എന്നിട്ടും ഒഴുകിയെത്തുന്ന ഒരു കടലിരമ്പം പ്രേക്ഷകർക്ക് കാണാം. അത് കഴക്കൂട്ടത്തിന്റെ കടലിരമ്പമാണ്. കഴക്കൂട്ടത്തെ ധീരരായിട്ടുള്ള സഖാക്കളുടെ കടലിരമ്പമാണ്. അവരെത്തുന്നത് VSനെ ഒരു നോക്ക് കാണാനാണ്. നോക്കൂ, എത്ര കിലോമീറ്റർ നീളുന്ന മനുഷ്യമതിലാണിത്. ഈ മനുഷ്യമതിൽ VSനെ കാണാനെത്തിയിരിക്കുന്ന മനുഷ്യമതിലാണ് റിയാസുൽ. എങ്ങനെയാണ് ഇതിനെ നിർവചിക്കേണ്ടതെന്നറിയില്ല. നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ഒരു മനുഷ്യമതിലായി ഒറ്റക്കെട്ടായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റിയാസുൽ, ബൈബിളിൽ പറയുന്ന പോലെ നീതിമാനാണ് VS. നീതിക്ക് വേണ്ടി പോരാടിയ ആളാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു, ജനങ്ങൾ വിശ്വസിക്കുന്നു. VS ഇല്ലാത്തത് ഒരു വലിയ ശൂന്യതയായി ജനങ്ങൾ കാണുന്നു. ആ ഒരു വികാരമാണ് ഈ കടലാരംഭത്തിൽ, ജനങ്ങളുടെ കടലാരംഭത്തിൽ നമ്മൾ കാണുന്നത്. ഇതൊരു ചെങ്കടലായിരുന്നു VS എങ്കിൽ ഒരു മഹാസമുദ്രമായി ആ ചെങ്കടലിനെ ഉള്ളിൽ വഹിക്കുന്ന മനുഷ്യരായി കഴക്കൂട്ടത്തേക്ക് വന്ന് കൂടുന്ന മനുഷ്യരാണ് VS നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. ഒരു കടലിനെ ഉള്ളിൽ ഒളിപ്പിക്കാൻ മുത്തിന് കഴിയും എന്നാണല്ലോ നമ്മൾ പറയാറ്. കാവ്യാത്മകമായി കാൽപ്പനികമായിട്ടുള്ള ഒന്നും VSന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാൽപ്പനിക സൗന്ദര്യത്തിൽ VS വിശ്വസിച്ചിരുന്നതുമില്ല. എന്നാൽ ഒരു പുന്നപ്രയിലെ മുത്തെന്ന് പറയുമ്പോൾ ജനഹൃദയങ്ങളുടെ ജനസ്നേഹത്തിന്റെ കടലിനെ ഉള്ളിൽ ഒളിപ്പിച്ച മുത്തായി VS മാറുകയാണ്. പുന്നപ്രയുടെ മാത്രമല്ല, കേരളത്തിന്റെ മുത്തായി VS മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടം പിന്നിടാൻ തന്നെ മണിക്കൂറുകൾ എടുക്കുന്ന കാഴ്ചയാണ്. തീരുന്നില്ല, ഇപ്പോഴും അനവധി ഒരുപാട് പേർ ഇപ്പോഴും രണ്ട് റോഡിന്റെയും ഇരുവശങ്ങളിൽ മനുഷ്യമതിൽ തീർത്ത VSനെ ആൾക്കൂട്ടത്തിൽ നിന്നാൽ ഒരു കാഴ്ച മറഞ്ഞാലോ എന്നാണ്. ആൾക്കൂട്ടത്തിലെത്തിയാൽ എങ്ങനെയാണ് കാഴ്ച കിട്ടുക? അതുകൊണ്ടൊന്ന് മാറി നിന്ന് ഒരു വിന്യായം പോലെ ഒന്ന് VSനെ കണ്ടുകൊള്ളാം, VSന്റെ ആ മുഖം ഒന്ന് കണ്ടുകൊള്ളാം. അതിനുവേണ്ടി തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന മനുഷ്യരാണ്. നോക്കൂ, ഇത് കേരളം കണ്ടിട്ടില്ലാത്ത കാഴ്ചയാണ്. റിയാസുൽ ഈ കാഴ്ച കാണുന്നത്. അങ്ങനെ കഴക്കൂട്ടം പിന്നിട്ടിട്ടില്ല. ഇനി കണിയാപുരമുണ്ട്. കണിയാപുരം CPIയുടെയും CPMന്റെയും തുല്യ ശക്തിയുള്ള ഒരു കോട്ടയാണ്. ആ കണിയാപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ കാത്തു നിൽക്കുന്ന മറ്റൊരു ജനസാഗരത്തെ കാണിക്കാം. ഇപ്പോൾ കണ്ടതെല്ലാം വെറും സാമ്പിളാണെങ്കിൽ കണിയാപുരത്തിന് വലിയ ആൾക്കൂട്ടം ഇരച്ചാർത്തെത്താൻ പോവുകയാണ്. ആ സമൂഹത്തിന് അവർക്ക് VSന് ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന മനുഷ്യർ, സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട മനുഷ്യരുണ്ട്. മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുന്നവരാണ്. കുറച്ചു നേരമായോ കാത്തു നിൽക്കാൻ? കുറച്ചു നേരമായി. ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇവിടെ നിർത്തുമോ? പോലെ കാണാം. ഈ വീട്ടിൽ നിന്ന് ഡ്രസ്സ് പോയിട്ട് ഓടി വന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ് VS. ഒരുപാട് ഇഷ്ടമാണ്. VSന് ഇല്ല, കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റില്ല. ഒരു നോട്ടമെങ്കിലും കാണുമ്പോഴും പ്രസന്നവദനായിട്ട് തീർച്ചയായിട്ടും ഇതാണ് VSനെ കുറിച്ച്. ഒരു നോക്കെങ്കിലും ഒന്ന് കാണണം, ഒരു നോട്ടമെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നതാണ് VSനെ കുറിച്ച്. നോക്കൂ അല്ലേ, വിരുമ്പുകയാണ്. വീട്ടിൽ നിന്ന് ഇട്ട് അതേ വസ്ത്രത്തിൽ വന്ന് VSനെ കാണാൻ ഇറങ്ങിയതാണ്. ഒരുപക്ഷെ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാവും. കഴക്കൂട്ടത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വേഗം ഓടി വരുന്ന മനുഷ്യരാണ്. VSനെ കാണാനായിട്ട് ഇറങ്ങി വന്ന മനുഷ്യരാണ്. VSനെ കാണണം. VSനെ കാണാനായിട്ട് ഇറങ്ങി നിൽക്കുക. മണിക്കൂറായോ? എന്നിട്ട് കണ്ടിട്ടേ പോവുള്ളൂ. ഇങ്ങനെ ഇല്ല, തീർച്ചയായിട്ടും കണ്ടിട്ടേ പോവുള്ളൂ. VSനെ കണ്ടിട്ടല്ലാതെ പോകാൻ കഴിയില്ല എന്നാണ്. VSനെ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്.
കഴക്കൂട്ടം പിന്നിട്ടിട്ടില്ല. അതാ നോക്കൂ, വീണ്ടും ഒരു മനുഷ്യ മതിൽ അവിടെ രൂപപ്പെടുന്നത് കാണാം. ഒരു മനുഷ്യ മതിലായി അവിടെ മാറുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം. അങ്ങനെ കഴക്കൂട്ടം പിന്നിടുമ്പോഴും ഈ ജനസാഗരം തീരുന്നതേയില്ല എന്നുള്ളതാണ്. ആ കാഴ്ചകൾ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്.